നമുക്കെല്ലാവർക്കും നേരിട്ട് പറയാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. ഇരു കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിൽക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോട്ട് പറ, ഈശോ താങ്കളെ അനുഗ്രഹിക്കുന്നു. ഈശോ താങ്കളെ ഒന്ന് അനുഗ്രഹിക്കും. സന്തോഷത്തോട് പറ. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ അമ്മയെ ഒന്ന് വിളിക്കാം. പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ഈ ദിനത്തിൽ, ഈ മൂന്നാം ദിനത്തിൽ നമുക്ക് വചനം പങ്കുവയ്ക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ആദ്യം ഒരു വർഗീസ് വന്നു, രണ്ടാമത് ജോർജ് വന്നു, മൂന്നാമത് വീണ്ടും വർഗീസ് വന്നിരിക്കുന്നു. ഞാൻ ജോർജ്. ഞങ്ങളെല്ലാവരും ഈ 4 പേരും വിശുദ്ധ ഗീവർഗീസിന്റെ നാമധാരികളാണെന്ന് ഞാൻ പറയുന്നുണ്ടായി. എന്തോ ഒരു പ്രത്യേകത എൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട വർഗീസ് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുന്നമൂടാണ്. പുന്നമൂട് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. 4 പേരുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടവരിൽ പോലും 4 പേരോളം. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യണം. ബ്രദറിനോടൊപ്പം ഇവരെല്ലാവരും എപ്പോഴും വചനം പങ്കുവയ്ക്കുവാനും അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വചനം മറ്റുള്ളവർക്ക് നൽകുവാനുമായി പല സാഹചര്യങ്ങളുടെ സാധ്യതകളിലൂടെ പരിശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പിടിക്കുന്നുണ്ടോ, എത്തിപ്പിടിക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ ഇത് പുറത്തോട്ട് പോകുന്നതാണ്. നിങ്ങളൊക്കെ ശ്രദ്ധയോടെ ഇരുന്നോണം. പ്രത്യേകിച്ച് ഇതിന് പുറത്തു പോകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് വചനം ഈ പറയുന്ന വർഗീശ്വരത്തിന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഇതിനോട് ചേർന്ന് വചനത്തിന് വലിയ ഉൾക്കാഴ്ച പകർന്നുകൊണ്ട് പല സ്ഥലങ്ങളിലൂടെ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു വയ്ക്കും. വർഗീശ്വരനെ ഒത്തിരി നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയൊക്കെ ആയിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ, ഏതൊക്കെ ദേവാലയങ്ങളിലും അവിടെയൊക്കെ വർഗീശ്വരൻ്റെ സാന്നിധ്യവും അതുപോലെ വചനം പങ്കുവയ്ക്കുന്നതും വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, എല്ലാ മാസവും ബ്രദർ വേളാങ്കണ്ണിയിലേക്കൊരു തീർത്ഥാടന യാത്ര നടത്താറുണ്ട്. അത് ബസ് ക്രമീകരിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട്
വേളാങ്കണ്ണിയിലേക്കുള്ള യാത്ര, അതിൻ്റെ ലിങ്കൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. ഈ അവസരത്തിൽ ഒത്തിരിയേറെ സന്തോഷത്തോടെ വർഗീസ് ബ്രദറിൻ്റെയും കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ഈ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിങ്ങനെ കരങ്ങൾ ഇരു കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എന്തിനാ ഇരു കരങ്ങൾ ഉയർത്തുന്നത്? മോനെ എഴുന്നേറ്റ്, ഇരു കരങ്ങൾ ഉയർത്തിക്ക്. ഈ മോനെ ഒന്നുകൂടെ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇരു കരങ്ങൾ ഉയർത്തിയാൽ എന്തായാലും ഉദ്ദേശം കുഞ്ഞെ എന്ന് എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ കരങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ എടുത്താൽ അർത്ഥം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുമ്പോൾ ആരെ നിന്നെ എടുത്തു? അവൻ കരങ്ങളിൽ എടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ചുരുങ്ങിയ നിമിഷമേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ കാലഘട്ടം. ഈ നോമ്പിലെ സഭ നമ്മളോട് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞ് ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ആ ശക്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശക്തിപ്പെടുത്തണം. മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ഇനി എന്നിലെ ജഡിക മനുഷ്യൻ ആണെങ്കിൽ ആത്മീയ മനുഷ്യനായി തീർന്ന് സ്വർഗം ലക്ഷ്യമാക്കിയ ഒരു യാത്രയുടെ പേരാണ്. നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല, സ്വർഗം ലക്ഷ്യമാക്കിയ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. അപ്പോഴേ അതിനെന്ത് വേണം? ഞാനൊരു ആത്മീയ മനുഷ്യനായി മാറി. 3 തരം മനുഷ്യരാണ് ബൈബിളിലുള്ളത്. 1 ജഡിക മനുഷ്യൻ, അല്ലെങ്കിൽ 1 ലൗകിക മനുഷ്യൻ, 2 ജഡിക മനുഷ്യൻ, 3 ആത്മീയ മനുഷ്യൻ. ഒന്ന് പറഞ്ഞ്, 1 ലൗകിക മനുഷ്യൻ, പറഞ്ഞ് ലൗകിക മനുഷ്യൻ, പറഞ്ഞ ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. അപ്പോൾ ആത്മീയ മനുഷ്യനാകാനാണ് നമ്മൾ ഈ നോമ്പൊക്കെ നോക്കുന്നത്. ഞാനൊരു ആത്മീയ മനുഷ്യനാകണം. അതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളെയൊക്കെ നമ്മളൊന്ന് കണ്ടെത്താൻ പോവാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതിന് മുമ്പായിട്ട് പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ഈ ബൈബിളിൽ 8500 വാഗ്ദാനം, അതുകൊണ്ടാണ് കവനന്റ്, ഉടമ്പടി അല്ലെങ്കിൽ വാഗ്ദാനം, 8500 വാഗ്ദാനങ്ങളുണ്ട്. അറിഞ്ഞിരിക്കേണ്ട 3 വാഗ്ദാനങ്ങളെങ്കിലും ഒരു ക്രൈസ്തവൻ അറിഞ്ഞു. ബൈബിള് തുറക്കും. ബൈബിളിനെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ഈ 3 വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം. ഈ വചനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഞാൻ പറയുന്ന 3 വചനങ്ങൾ, ഈ വാഗ്ദാനം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ ആ വാഗ്ദാനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബൈബിൾ വായിക്കാതെ കിടക്കുകയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം ഏതാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, സമയമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം റോമ 9. എല്ലാവരും ഏറ്റു പറഞ്ഞു റോമ. അവിടെ വചനം പറയാണ്, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. വലതുകരം ഉയർത്തി എല്ലാവരും ഏറ്റു പറഞ്ഞു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഇടത്തോ വലത്തി ഇരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറ, പരാജയപ്പെടാത്ത വചനം കേൾക്കാനായിരിക്കുന്നെന്ന് പറ. അപ്പോൾ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല പ്രിയരെ. ദൈവവചനം ഒരിക്കലും പരാജയപ്പെടാം. ലോകത്തിലെ മനുഷ്യൻ ഭാവന ചെയ്യുന്നതെല്ലാം തകരും. മനുഷ്യന്റെ ഭാവനകളും തകരും, അവന്റെ എല്ലാ ഇച്ഛകളും തകരും, എല്ലാം തകരും. പക്ഷേ തകരാത്ത ഒരു കാര്യമേ ലോകത്തിലുള്ളൂ, ഈ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സ്വരമില്ലല്ലോ, ശക്തിയില്ലല്ലോ, ഉണർവില്ലല്ലോ, സ്വരം പോരായല്ലോ, എന്നിട്ടും സ്വരമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. നമ്മളിങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് സാത്താൻ ഇവിടെ നിൽക്കാനൊക്കില്ല, ദുഷ്ടാരൂപി മാറില്ല. ഹല്ലേലൂയ. എന്തിനാ സ്തുതിക്കുന്നത്? ഈ സങ്കീർത്തനം 150 സങ്കീർത്തനത്തിലാറ്റ് 151 പ്രാവശ്യം പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ്, പ്രൈസ്, പ്രൈസ്. അതിലെ ഒരു സങ്കീർത്തനത്തിൽ 3 പ്രാവശ്യം സ്തുതിക്കുക എന്ന് പറയുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അതിന്റെ പേര് 84-ാം സങ്കീർത്തനം. ഏതാണ്? പറഞ്ഞു ഒക്കെ പറഞ്ഞു. അപ്പൊ അത് കോരഹ പുത്രന്മാരുടെ സങ്കീർത്തനമാണ്.
ആരാണ് ഈ കോരഹ്? കോരഹിനെ കുറിച്ച് വല്ല പിടിയുണ്ടോ? കോരഹിനെ കുറിച്ച് പിടിയുണ്ടോ? പിടിയുണ്ടോ? ഈ കോരഹ് എന്ന് പറയുന്നത് സംഖ്യയുടെ പുസ്തകം എടുക്കേണ്ട, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 16-ാം അധ്യായത്തില് മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തപ്പോൾ ദൈവം കോരഹിനെയും കൂട്ടരെയും ഭൂമി പിളർന്ന് എടുക്കപ്പെട്ടു. ഇത് ഈ കോരഹിന്റെ പുത്രന്മാർക്ക് അറിവുണ്ട്. അതുകൊണ്ട് ഇവര് ഭയങ്കരമായി മാനസാന്തരപ്പെട്ടു, അനുതാപത്തിലേക്ക് വന്നു. അനുതാപത്തിലേക്ക് വന്നിട്ട് ജെറുസലേം ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ആ കവാടത്തിൽ ഇരുന്നുകൊണ്ടാണ് അവർ സങ്കീർത്തനം എഴുതുന്നത്. ഹല്ലേലൂയ. അവര് 11 സങ്കീർത്തനമാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എത്ര സങ്കീർത്തനമാണ്? കോരഹപുത്രന്മാരുടെ ആദ്യത്തെ സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. അറിയാമോ? എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 42:1. എന്താണ്? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. വലുതരം ഉയർത്തി പറഞ്ഞേ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഹൃദയം ഈശോയെ അങ്ങയെ തേടുന്നു. ഹല്ലേലൂയ. അപ്പൊ നീർച്ചാൽ തേടുന്ന മാൻപേട, ഈ മാനിന് 40 വനത്തിൽ നിന്ന് ചിലപ്പോൾ വെള്ളം കിട്ടാൻ വന്നാൽ 40 കിലോമീറ്ററിന് അധികം ദൂരെ പോയി വെള്ളത്തിന് പോകും. അപ്പൊ ഇതുപോലെ ഒരു ദാഹം വചനത്തോട് വേണം. ഹല്ലേലൂയ. അപ്പൊ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഹൃദയം ദാഹിക്കും. അപ്പൊ ഈ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനത്തിലെ 84-ാം സങ്കീർത്തനത്തിന്റെ 4ഉം 5ഉം അതിന്റെ അവസാന വചനവും പറയുന്നത് എന്താണ്? 11-ാം വചനവും പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് വചനം പറയുന്നത്? എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വലുതരം എത്തി പറഞ്ഞ് എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അപ്പൊ സ്തുതിക്കുന്നവൻ ആരാ? ഭാഗ്യവാനാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറഞ്ഞാൽ സ്തുതിച്ചാൽ ഭാഗ്യം കിട്ടുന്നു. സ്തുതിക്കുന്നവൻ ആരാ? ഈ സഹോദരങ്ങളെ, സ്തുതിക്കുന്നവൻ ആരാ? എന്നേക്കും ദൈവമേ, ഈ ചെന്നിത്തലയിലെ ഈ മനോഹരമായ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ബലിയർപ്പിക്കുവാനും ഒക്കെ ഈ റോഡ് സൈഡിൽ ഇതുപോലൊരു മനോഹരമായി പറഞ്ഞു തന്ന ദൈവമേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻ. ഓ, അവനെ വിളിക്കുന്നവന്റെ പേരാണ് ഭാഗ്യവാൻ. 2, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അങ്ങയ്ക്ക് ശക്തി കണ്ടെത്തിയവർ. ദൈവത്തിൽ ശക്തി, എന്റെ ശക്തിയല്ല. എന്താ പറയുന്നത്? ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവർ. ഇങ്ങോട്ട് നോക്കിക്കേ, ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവർ. പറ. അപ്പോൾ എന്റെ ശക്തിയുടെ ഉറവിടം എവിടാ? ഗോലിയാത്ത് എന്ന് പറയുന്ന 10 അടി പൊക്കമുള്ള, 10 അടി അതിലും കൂടുതൽ പൊക്കമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ നേരിടുന്നത് ഒരു സാധാരണ ബാലനായ ദാവീദ് ദൈവത്തിൽ ശക്തി കണ്ടെത്തിക്കൊണ്ടാണ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവത്തിന് ആര് ശക്തി കാണുന്നോ അവരെ വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ അവസാനം എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ കർത്താവേ. എത്രാം വചനമാണ്? 12-ാം വചനം. 12-ാം വചനം പറയുകയാണ്, സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പറഞ്ഞു, അങ്ങിൽ ആശ്രയിക്കുന്നവൻ ഞാൻ ഭാഗ്യവാൻ. ആരെയാണ് ആശ്രയിക്കുന്നത്? പ്രിയ സഹോദരനെ, നിങ്ങളുടെ മക്കളെയാണ് ആശ്രയിക്കുന്നത്, നിങ്ങളുടെ ഭവനത്തെയാണ് ആശ്രയിക്കുന്നത്, നിങ്ങളുടെ സമ്പത്തിനാണ് ആശ്രയിക്കുന്നത്. ഇവിടെ എല്ലാം ദുഃഖം മാത്രമേ കിട്ടത്തുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഉറക്കപ്പറ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്താ ഫലം? അടുത്തിരിക്കുന്ന കൂടപ്പറപ്പിനോട് ചോദിച്ചേ, കൂടപ്പറപ്പെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്താ? ഈ കൂടപ്പറപ്പ് എന്നുള്ള വിളി വന്നാൽ എങ്ങനെയാണെന്നറിയാം? ഈ ചാവറയച്ചനെ കേട്ടിട്ടുണ്ടോ? വിശുദ്ധനായ ചാവറയച്ചൻ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയും, നിങ്ങൾ അവിടെ നിൽക്കാൻ പറ. നിങ്ങൾ ഈശോയെ എല്ലാവരും സ്വീകരിച്ചോ?
എല്ലാവരും സ്വീകരിച്ചത് പോലെ. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ചാവറേശ്വർ പറഞ്ഞു കൊടുക്കും. ഈശോയുടെ ശരീരമാണ് എൻ്റെ ശരീരം, ഈശോയുടെ രക്തമാണ് എൻ്റെ രക്തം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞ് ഈശോയുടെ ശരീരമാണ് പറഞ്ഞേ. ഒന്ന് അവട്ടെ പറഞ്ഞേ. ഈ ഒരു 4 പേര് കേൾക്കുമെന്ന് പറഞ്ഞു, ഒരു 10 പേര് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈശോയുടെ ശരീരമാണ് എൻ്റെ ശരീരം, ഈശോയുടെ രക്തമാണ് രക്തം. അപ്പൊ നമ്മൾ ആരാ? എൻ്റെ ശരീരത്തിൽ കൂടി ഓടുന്നത് ഈശോയുടെ രക്തവും ഈശോയുടെ ശരീരമാണ് എൻ്റെ ശരീരമെങ്കിൽ നമ്മളൊക്കെ ആരാ? സഹോദരങ്ങളാ. നിങ്ങൾ അച്ഛൻ എന്ന് വിളിക്കുന്നു, നിങ്ങൾ എന്നെ ബ്രദർ എന്ന് വിളിക്കുന്നു. കാരണം എന്നാ? ഈശോയുടെ വരവും ഈശോയുടെ ബലിയോടുകൂടി രക്തബന്ധങ്ങൾ കണ്ട സ്ഥാനം ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയാണ് നിങ്ങളുടെ സഹോദരനും സഹോദരനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈശോയുടെ ശരീരമാണ് എൻ്റെ ശരീരമെങ്കിൽ, ഈശോയുടെ രക്തമാണ് എൻ്റെ രക്തമെങ്കിൽ ഞാൻ ആരാ? അടുത്തിരിക്കുന്ന വ്യക്തി കൂടപ്പറപ്പാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് കൈക്ക് പിടിച്ചോണ്ട് മുഖത്ത് നോക്കി ചോദിച്ച്, കൂടപ്പറപ്പെ സുഖമാണോ ചോദിച്ചു. കൂടപ്പറപ്പെ കൈക്ക് പിടിച്ചോണ്ട് ചോദിച്ച്, കൂടപ്പറപ്പെ സുഖമാണോ? ഹല്ലേലൂയ. അപ്പൊ കൂടപ്പറപ്പാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയുടെ തിരുശരീര രക്തങ്ങളാ ഭക്ഷിക്കുന്നത്. അപ്പൊ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ എങ്ങനെയാ ഭക്ഷിക്കേണ്ടത്? നിസ്സാരമല്ല, ഇതൊരു നിസ്സാര കാര്യമല്ല. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയാം, സമയം കിട്ടുന്നതനുസരിച്ച് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 29 തൊട്ട് 30, 29, 30, 31 ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്താണ് ഗുണം? ഈ വചനം മറക്കരുത്. യെശയ്യാ 40, 29, 30, 31. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു. നിന്റെ മനസ്സിന് തളർച്ചയുണ്ടോ? നീ തളർന്നു കിടക്കുന്നവനാണോ? ബർത്തിമോയിസിനെ സൗഖ്യമാക്കിയതുപോലെ, ഇതാ തളർവാദ രോഗിയെ സൗഖ്യമാക്കിയതുപോലെ നിന്റെ ജീവിതത്തിന്റെ തളർച്ചകൾക്ക്, നിന്റെ മനസ്സിന്റെ തളർച്ചയ്ക്ക് അവിടുന്ന് സുഖം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുമ്പോൾ വല്ലവരെ പറഞ്ഞു ഹല്ലേലൂയ. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു. ദുർബലന് ശക്തി പകരുകയും ദുർബലന് ശക്തി പകരുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യും. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും പറഞ്ഞില്ല. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ശ്രദ്ധിച്ചേ, 30 വർഷം കഴിഞ്ഞ് ദൈവവചന പ്രഘോഷണം തുടങ്ങിയിട്ട് അച്ഛനുമായിട്ട് ഒരു 20 വർഷത്തെ ബന്ധമാണ്. ആ 158ാമത്തെ വേളാങ്കണ്ണി യാത്രയാണ് ഈ മാസം 26-ന് ഉയർപ്പ് ഞായറാഴ്ച കഴിഞ്ഞ അടുത്ത ശനിയാഴ്ച പോകുന്നത്. പുന്നമുട്ടിൽ നിന്നാണ് വിടുന്നത്. നേരത്തെ പാലായിൽ നിന്നായിരുന്നു, ഇത് പുന്നമുട്ടിൽ നിന്ന് വിടുക മലങ്കരക്കാർക്ക് വേണ്ടി. സിറമലബാറുകാര് 8000-ഓളം പേര് ഇത് തന്നെ അവിടെ വന്നു കഴിഞ്ഞു. ആദ്യം ചെറിയ ബസ്സിൽ പോയി അതിൻ്റെ എണ്ണം എടുത്തിട്ടില്ല. അല്ല, വലിയ ബസ് 158ാമത്തെ യാത്രയാവുന്നു. 17 മണിക്കൂർ വചന ശുശ്രൂഷ. 1250 വിജാതിയെ മാമോദീസ മുഖ്യ കത്തോലിക്ക സഭയിൽ ചേർന്നു. ഹല്ലേലൂയ. 30 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് 5040 ഹൈന്ദവർ കത്തോലിക്ക സഭയിൽ ഞാൻ ചേർത്തു. ഇത് കേൾക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് തലയല്ല വലുത്, തല തന്നവനാണ് വലുത്. ഹല്ലേലൂയ. തലയല്ല വലുത്, തല തന്നവനാണ് വലുത്. തല തന്നവൻ വലുതാണെങ്കിൽ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ ഒക്കില്ല. പ്രിയ സഹോദരനെ ശ്രദ്ധിക്കുക. 28 വർഷത്തിന് മുമ്പ് കൊല്ലം സാഗരമാത എന്ന് പറയുന്ന പള്ളിയിൽ വെച്ച്, കൊല്ലം രൂപതയുടെ കരുവാറ്റയിലുള്ള സാഗരമാത എന്ന് പറയുന്ന പള്ളിയിൽ വെച്ച് അജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അജിയും കുടുംബവും മാത്രമല്ല അപ്പനും അമ്മയും ഉൾപ്പെടെ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകരുമായി സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ? നിങ്ങൾ പാടിയല്ലോ, ആകാശത്തിന് കീഴിൽ വേറൊരു രക്ഷയില്ല, രക്ഷയുടെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാ പാടുക, ചെറുപ്പക്കാർ പോലും ശക്തിയാക്കി വീഴാം എങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എന്താകും? വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ 30 വർഷമായി ഈ വചനം ഒരിക്കൽ പോലും തടസ്സമില്ലാതെ നടക്കുക. ഇന്ന് 2 ശുശ്രൂഷ, ഒന്ന് അമേരിക്കക്കാർക്ക്, ഒന്ന് ഓസ്ട്രേലിയക്കാർക്ക് ഓൺലൈൻ ശുശ്രൂഷ കഴിഞ്ഞ് തീർന്നപ്പോഴാണ് ഇവിടെ വരുന്നത്. ഒരിക്കൽ പോലും വചന ശുശ്രൂഷ ഇല്ലാത്ത ഒരു ദിവസം ഈ 30 വർഷമായിട്ട് എനിക്കില്ല. എല്ലാ ദിവസവും ശുശ്രൂഷകളാണ്. ഹല്ലേലൂയ. ഒന്നുകിൽ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നാട്ടിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മാസവും വേളാങ്കണ്ണി യാത്രകളുമുണ്ട്. ഹല്ലേലൂയ. 4 ദിവസത്തെ യാത്ര, 17 മണിക്കൂർ വചന ശുശ്രൂഷ. 547 മക്കളില്ലാത്ത ദമ്പതിമാർക്ക് പരിശുദ്ധ അമ്മ മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. 142 വിവാഹമോചന കേസുകൾ ഇല്ലാതായി. ഹല്ലേലൂയ. വചനം കേട്ടപ്പോൾ സംഭവിച്ചതാണ്. അപ്പൊ ഇവിടെ വചനം പറയാ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ. എങ്ങനെ പറഞ്ഞു? എന്താ ഈ കഴുകനെ പോലെ എന്ന് പറഞ്ഞു? മോനെ ഇങ്ങോട്ട് നോക്കിയടാ, മോന്റെ പേരെന്താടാ? പേര് പറ. ഒക്കെ പറഞ്ഞു. ആ, അപ്പൊ മോൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞത്? കഴുകന്റെ പ്രത്യേകത. അപ്പൊ കഴുകനെ അല്ല കുരുവിയെ പോലെന്ന് പറഞ്ഞോ, തത്തയെ പോലെന്ന് പറഞ്ഞോ? എന്താ കഴുകനെ പോലെന്ന് പറഞ്ഞാൽ? കഴുകന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? കഴുകന്റെ ഒന്നാമത്തെ പ്രത്യേകത, കഴുകന്റെ എത്ര മുകളിൽ കൂടി പറഞ്ഞാലും അവന്റെ കാഴ്ച ഭയങ്കരമാണ്. അതാണ് ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാട് മറ്റുള്ളവന്റെ കാഴ്ചപ്പാട് പോലല്ല. എന്റെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്. ഹല്ലേലൂയ. കഴുകന്റെ രണ്ടാമത്തെ പ്രത്യേകത ഒരു കഥയാണ്. കുരുവി പക്ഷികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി, വലിയ മഴയുള്ള സമയം, എല്ലാ പക്ഷികളും നനഞ്ഞിരിക്കുക. കഴുകൻ അവസാനം വന്നപ്പോൾ കഴുകൻ നനഞ്ഞിട്ടില്ല. അപ്പൊ കുരുവി ചോദിച്ചു, എന്താ കഴുക നീ നനയാത്തത്? അപ്പൊ കഴുകൻ പറഞ്ഞു, നിങ്ങളൊക്കെ മേഘത്തിന് കീഴെ പറക്കുമ്പോൾ ഞാൻ മേഘത്തിന്റെ മുകളിൽ കൂടിയാണ് പറക്കുന്നത്. ഒരു ക്രൈസ്തവന് മേഘത്തിന്റെ മുകളിൽ കൂടി അവനെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. പ്രിയരേ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. ഈ കഴുകൻ കൂട് കൂട്ടുന്ന എവിടാന്നറിയാമോ? ഉയർന്ന മല മുകളിലാണ്. ആ കൂടിന്റെ എടുത്തിയെല്ലാം ആർക്കും സാധിക്കത്തില്ല. അവൻ കൂട് കൂട്ടിയാൽ ആ കൂട് ഒരിക്കലും ആർക്കും ആ കൂട് തകർക്കാൻ ഒക്കത്തില്ല. ഇനി കഴുകന്റെ 4ാമത്തെ പ്രത്യേകത, കഴുകൻ കുഞ്ഞുങ്ങളെ അലസരാക്കുന്നില്ല. തൂവലുകളൊക്കെ കിളിച്ചെന്ന് തോന്നുമ്പോൾ കഴുകൻ കൂട് പൊട്ടിക്കും, കുഞ്ഞുങ്ങളെ പറക്കാൻ നിരന്തരം പഠിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുകന്റെ വീണ്ടും അടുത്ത പ്രത്യേകത എന്താ? കഴുകന് അവന്റെ തൂവലുകളൊക്കെ അത് കുറെ ആയി വർഷം കഴിയുമ്പോൾ അവന്റെ തൂവലുകളൊക്കെ പൊഴിയാൻ തുടങ്ങുമ്പോൾ ബാക്കി തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് കളയും. അവന്റെ ചുണ്ട് കല്ലിൽ തുരയ്ക്കും, അവന്റെ നഖമൊക്കെ പിഴുതു കളയും. അങ്ങനെ 3 മാസം കഴിയുമ്പോൾ വീണ്ടും അവന്റെ തൂവലുകളൊക്കെ സമാധിയിൽ നിന്ന് വീണ്ടും ശക്തി പ്രാപിക്കും. ഇതാണ് ക്രൈസ്തവൻ, ഇതാണ് ക്രൈസ്തവൻ. ഇവന്റെ പേരാണ് വിളിക്കപ്പെട്ടത്. അപ്പോൾ കഴുകനെ പോലെ ഞാൻ ചിറകുടിച്ചുയരും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവവചനം ആഴമായി പഠിക്കാനാണ് നോമ്പുകാലം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് വരുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ആത്മീയ മനുഷ്യരായി രൂപപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ ആത്മീയ മനുഷ്യന് മരണമില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പൊ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക. അതുകൊണ്ട് ബൈബിൾ തുറക്കുമ്പോൾ റോമൻ 9:6 ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയും. ബൈബിൾ തുറക്കുമ്പോൾ രണ്ടാമത് വായിക്കേണ്ട വചനം ഫിലിപ്പി 2:16. എല്ലാവരും നേറ്റ് പറഞ്ഞേ, ഫിലിപ്പി 2:16. എല്ലാവരും നേറ്റ് പറ, നേറ്റ് പറ. ഈ സഹോദരങ്ങൾ നിങ്ങൾ ഉറക്കം പറ. വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറ. എന്താ പറയുന്നത്? നിങ്ങൾ ജീവ
ജീവന്റെ വചനത്തെ നിങ്ങൾ ജീവന്റെ വചനം മുറുകെ പിടിക്കുക. ഈ വചനത്തിനൊരു ജീവനുണ്ട്. ഈ ജീവൻ ക്രിസ്തുവാണ്. വചനം ക്രിസ്തുവാണ്. വെളിപാട് 19:13 അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവ വചനമെന്നാണ്. എന്താണ് പറഞ്ഞു? പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ അനുസരിച്ചാണ് അനുഗ്രഹമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, എന്താണ് പറഞ്ഞത്? നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൂടപ്പറപ്പിന്റെ കൈക്ക് പിടിച്ചൊന്ന് പറ, കൂടപ്പറപ്പെ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. ഇവര് കൈക്ക് പിടിച്ച് മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം പിടിച്ചാൽ മതി കേട്ടോ. അത് കാണുന്നവരൊക്കെ നിങ്ങൾ ആ സഹോദരന്മാരെ വിളിച്ച് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചൊന്ന് പറ, ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കണമെന്ന്. ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുകയും ഇത് പഠിക്കണം, മുറുകെ പിടിക്കുകയും. ഈ വചനം ജീവനാണ്, ജീവനാണ്. ഈ വചനത്തെ മുറുകെ പിടിക്കണം. അതാണ് സുഭാഷിതം 4:20-21-22 4-ാമത്തെ 20-21-22 എന്താ പറയുന്നത്? മകനെ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പത്രത്തിൽ വരുന്ന വാക്കുകളല്ല, ടെലിവിഷനിൽ വരുന്ന വാക്കുകളല്ല. നിങ്ങൾ ഈ നോമ്പുകാലത്ത് ഈ ടെലിവിഷനൊക്കെ ഒന്ന് നിർത്തിയിടുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ മീനും ഇറച്ചിയൊക്കെ കൂട്ടിക്കും, പക്ഷെ ടെലിവിഷൻ നിർത്തിയിട്ടാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കും. വചനം പറയാണ്, മകനെ, മകനെ, മകളെ. ഞാൻ വിളിക്കാൻ പോവാ ചെന്നിത്തല പണിക്കാരെ, മകനെ, മകളെ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളിക്കണം. ആദ്യം പുരുഷന്മാരെ ഒരു സ്ഥലമുണ്ടോ എന്ന് അറിയാൻ വേണ്ട. മകനെ, മകളെ, മകനെ എന്ന് വിളിക്കാൻ പോവാ. മകനെ, ഓരോ മകനെ. സ്ത്രീകളെ വിളിക്കാൻ പോവാ, മകളെ. എന്നിട്ട് എന്താ പറയുന്നത്? ശ്രദ്ധിക്കുക. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മൊഴികൾക്ക് ചെവി തരിക. എന്റെ മൊഴികൾക്ക് ചെവി തരിക. നിങ്ങൾ ചെവി കൊടുക്കേണ്ടത് ദൈവവചനത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ചെവി ദൈവവചനത്തിന് വേണ്ടി ചെവി കൊടുക്കണം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേട്ടവനൊന്നും അനുഗ്രഹിക്കപ്പെടാതിരുന്നിട്ടില്ല. വെറുതെ വ്യക്തി പറ, ദൈവവചനം കേട്ടവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ വചനം പറയാ, എന്താ വചനം പറയുന്നത്? എന്റെ വചനത്തിന് ചെവി തരിക. വചനത്തിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. വചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യും. എവിടെ ചെയ്യണം എന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്ന കൂടപ്പറപ്പിന്റെ കൈക്ക് പിടിച്ചെന്ന് പറഞ്ഞു, കൂടപ്പറപ്പെ വചനം ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത, ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത ഒന്ന് ഡിപ്പോസിറ്റ് വർദ്ധിക്കും. ഡിപ്പോസിറ്റ് അടുത്ത പ്രത്യേകത സുരക്ഷിതങ്ങൾ കിട്ടത്തുള്ളൂ. ഇനി 3, ഡിപ്പോസിറ്റ് തലമുറകൾക്കുള്ള കരുതൽ. ഈ ലോകത്തിൽ എത്ര മനുഷ്യൻ ഡിപ്പോസിറ്റ് ചെയ്താലും 4 തലമുറയെ കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ വചനം ഡിപ്പോസിറ്റ് ചെയ്താൽ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ഈ ചെറിയൊരു ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഒരു 10 വയസ്സുകാരൻ പെൺകൊച്ച് കണ്ടപ്പോൾ അവൾ ഇന്ത്യയിൽ വന്നു മദർ തെരേസയായി മാറി. പാരീസ് സർവ്വസേവകൻ തത്വശാസ്ത്രത്തിന്റെ പ്രകാശം ഇഗ്നേഷ്യസ് ലയോള സഹപാഠി സമാന്തര സുവിശേഷത്തിന്റെ വചനം പറഞ്ഞു, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഒരു ഫ്രാൻസിസ് സേവ്യർ 489 വർഷം കഴിഞ്ഞിട്ട് 500ാമത്തെ വർഷത്തിലേക്ക് അടുത്തിട്ട് അദ്ദേഹത്തിന്റെ ശരീരം അഴുകിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഹായമില്ല. ഇതാ ഒരു വചനം കേട്ടു. ഹല്ലേലൂയ. എന്താ വചനം? ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിനക്കായിട്ട് അടിയേറ്റപ്പോഴും തേടുകളിനെ വിട്ടപ്പോഴും ഇതാ റോട്ടിൽ നിന്നെ വലിച്ചടിച്ചപ്പോഴും അദ്ദേഹത്തിന് പരാതി. ക്രിസ്തുവിന്റെ മനോഭാവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോതമ്പുകൾ നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ഒരു പെൺകൊച്ചു കിട്ടും. പ്രിയ സഹോദര, നീ വചനം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ആ വചനം നിന്നെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ.
ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അപ്പൊ വചനം നിന്റെ ഹൃദയത്തിൽ പറഞ്ഞേ സൂക്ഷിക്കണം. അപ്പൊ സൂക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത വായന പറയാം. വചനം ഉൾക്കൊള്ളുന്നവന് അവൻ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവും. വലുതരം പറ, വചനം സ്വീകരിക്കുന്നത് അവൻ ജീവനും ശരീരത്തിന് ഔഷധവുമാണ്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം ലഭിക്കും. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം ലഭിക്കും. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം ലഭിക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വചനം പറയാ, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കും. എല്ലാവരും ഹൃദയമുള്ളവരൊക്കെ ഹൃദയത്തിൽ കൈവച്ച ഹൃദയമുള്ളവർ, നിന്റെ ഹൃദയത്തെ ഹൃദയമുള്ളവർ മാത്രമേ കാത്തു സൂക്ഷിക്കും. നിന്റെ ഹൃദയത്തെ ജാഗരൂകത, ഒരു ക്രൈസ്തവന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണം. ജീവന്റെ ഉറവകൾ ഇതിൽ നിന്നാണ് പുറപ്പെടുന്നത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ജീവന്റെ ഉറവ പുറപ്പെടുകയാണ്. ഉറവ പുറപ്പെട്ട ഉറവ, ആ വചനമാകുന്ന ഉറവ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ആ വ്യക്തികൾക്ക് അനുതാപം ഉണ്ടാകുന്നു. നിങ്ങൾ ഇതുവരെ കുടിച്ചത് കിണറ്റിൽ നിന്ന്, ഉറവയിൽ നിന്ന് കുടിച്ചാൽ നിങ്ങളുടെ ദാഹം ശമിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സമരിയാക്കാരി ആ കിണറ്റിൽ നിന്ന് കുടിച്ചപ്പോൾ അവരുടെ ദാഹം മാറിയില്ല. ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ ഇനിമേൽ. ഉറവയിൽ നിന്ന് അവൾ കുടിച്ചപ്പോൾ അവൾ ആ കുട അവിടെ വെച്ചു. നിങ്ങൾ കുടമെടുക്കേണ്ട കാര്യമില്ല. ഉറവയിൽ നിന്ന് കുടിക്കാൻ ഇനി കുടമെടുക്കേണ്ട കാര്യമില്ല പ്രിയരേ. അപ്പോൾ ജീവന്റെ വചനത്തെ എങ്ങനെ പിടിക്കണം? മുറുകെ പിടിക്കണം. അദ്ദേഹം ഉയർത്തി പറഞ്ഞ്, ജീവന്റെ വചനത്തെ എങ്ങനെ പിടിക്കണം? മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ എന്താ പറ്റിയെന്നത്? അപ്പോൾ ഞാൻ ഓടിയത്, ഈ ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നല്ലവണ്ണം ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ജീവിതം നയിച്ചത്. നിങ്ങൾ ഈ 60 80 വർഷം ജീവിച്ചു. ഞാൻ ഓടിയത്, അധ്വാനിച്ചത് വ്യർത്ഥമാണ്. ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. പ്രിയ സാധനങ്ങളെ, ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും വചനം മുറുകെ പിടിക്കുന്നവൻ ഒരിക്കലും നിരാശനാവുകയില്ല. കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞു, ശക്തിയോട് പറഞ്ഞു, ഉണർവോട് പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് മൂന്നാമത് ബൈബിൾ തുറക്കുമ്പോൾ എടുക്കേണ്ട വചനമാണ് 1 പത്രോസ് 1:25. 1 പത്രോസ് 1:25. എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. വലതുകരം കേട്ടി എല്ലാവരും പറ, എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് ചോദിച്ച് നിലനിൽപ്പ് വേണോ ചോദിച്ചു. മക്കളെ, അമേരിക്ക വിട്ടാൽ നിലനിൽപ്പില്ല, കാനഡയിൽ വിട്ടാൽ നിലനിൽപ്പില്ല. നിലനിൽക്കണമെങ്കിൽ വചനത്തെ മുറുകെ പിടിക്കണം. ആദ്യത്തെ മാർപ്പാപ്പ പറയുക, എന്താ പറയുന്നത്? കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കും. കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കും. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, 4 പുസ്തകങ്ങളാണ് സുവിശേഷം. ഏതൊക്കെയാ? മത്തായി, മാർക്കോസ്, ലൂക്ക. സുവിശേഷം കഴിഞ്ഞ അടുത്ത പുസ്തകം ഏതാ? അതിന്റെ അർത്ഥം എന്നാ? സുവിശേഷം കേട്ടവർ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതുപോലെ വചനം പറയാൻ അറിയണം. സുവിശേഷം വായിച്ചാൽ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതുപോലെ നീ വീട്ടിൽ അടങ്ങിയിരിക്കരുത്. നീ വചനം പറയാൻ അടങ്ങിയിരിക്കണം. അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതുപോലെ നീ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അപ്പൊ ഇനി വിഷയത്തിലേക്ക് വരികയും, നമ്മൾ നോമ്പുകാലം മലങ്കര സഭയിലെ കാനായിലെ വിവാഹം, അവിടുത്തെ വെള്ളം വീഞ്ഞാക്കിയ കാര്യത്തിലൂടെ തുടങ്ങി. അവിടെ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? എത്ര കൽഭരണി ഉണ്ടായിരുന്നു? കണ്ണടയ്ക്കൂ. എത്ര കൽഭരണി? നിന്റെ അറിവൊക്കെ വേണം. അത് ഇത്ര ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എത്ര കൽഭരണികളുണ്ട്? ഒരു 100 കൽഭരണി അല്ലെങ്കിൽ 150 കൽഭരണികളാണ് നിങ്ങൾക്ക്.
ഈ കൽഭരണികളെല്ലാം നൊയമ്പ് തുടങ്ങുമ്പോൾ ശൂന്യതയുണ്ട്, വെറുപ്പിൻ്റെ, സ്വാർത്ഥതയുണ്ട്, അസൂയയുണ്ട്, കുറ്റം പറച്ചിൽ ഒക്കെ ശൂന്യത. ഈ കൽഭരണികളിൽ വചനമാകുന്ന വെള്ളം കൊണ്ട് നിറയണം. വചനമാകുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതല്ല. എല്ലാ ദിവസവും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ്റ്ററാണ്, ഉയർപ്പിന്റെ ക്രിസ്ത്യാനി. ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ നിന്ന്, ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള ആ ഉയർച്ചയുടെ പേരാണ് ഉയർപ്പ്. ദൈവവചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾ ഈസ്റ്റർ ക്രിസ്ത്യാനികളാകുന്നത്, ഉദ്ധാന അനുഭവത്തിലേക്ക് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. ഹല്ലേലൂയ. അപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം എന്തായിത്തീർന്നു? എന്തായിത്തീർന്നു? സൃഷ്ടിയായിരുന്ന വെള്ളത്തെ നോക്കിയപ്പോൾ വെള്ളം ചുമന്നു. ദൈവം നിന്നെ നോക്കുമ്പോൾ നിനക്കൊരു രൂപാന്തരീകരണം ഉണ്ടാകും. വചനം കേൾക്കുന്ന വ്യക്തി വചനം കേൾക്കുമ്പോൾ നിന്നിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടാകുന്ന സഭ പഠിപ്പിക്കുക. ആദ്യത്തെ നോയമ്പ് നടക്കുന്ന ഞായറാഴ്ച പറയുകയാണ്, നീ വെള്ളമായ പോരാ, വീഞ്ഞാണ്. വെള്ളത്തിനാണോ ഭാരം, വീഞ്ഞിനാണോ ഭാരം? വെള്ളത്തിനാണോ ഭാരം, വീഞ്ഞിനാണോ ഭാരം? വെള്ളത്തിന് എടുക്കുക, വീഞ്ഞിന് ഭാരം കുറയും. അതിന്റെ അർത്ഥം എന്നാണ്? ദൈവവചനം കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഭാരം മൊത്തം കുറയും. ഹല്ലേലൂയ. ഇനിയും ആകുലതയുടെ ഭാരം വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ നിന്നിലെ ഭാരം മാറും. ഹല്ലേലൂയ. കഴിഞ്ഞ ഈ ഞായറാഴ്ച എന്താ പറഞ്ഞത്? ബർത്തിമോസ് ആണ് ആദ്യമായി കുരിയലായിസോൻ എന്ന് വിളിക്കുന്നത്. കുരിയലായിസോൻ എന്ന് ആദ്യം വിളിക്കുന്ന ആരാ? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കനിവ് തോന്നണമേ എന്ന് ആദ്യം വിളിച്ചത് ആരാ? ബർത്തിമോസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ അവൻ ദാവീദിന്റെ പുത്രനാണെന്ന് വിളിച്ചത്? ആരെങ്കിലും പറയാം? ദാവീദിന്റെ പുത്ര അല്ലെങ്കിൽ നസ്രയനായ യേശുവെ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. എന്താണ് ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചത്? ദാവീദിന്റെ വംശത്തിന് മുമ്പ് യൂദാ വംശം, യൂദാ ഗോത്രം. അപ്പോൾ ദാവീദ് എന്ന് വിളിക്കാനുള്ള കാര്യം ദാവീദിന്റെ പ്രത്യേകത, ദാവീദിന് പ്രജകളോട് കരുണയുണ്ട്. ദാവീദ് ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹമോ കരടിയോ ഒരു ആടിനെ പിടിച്ചാൽ അതിൽ നിന്ന് ആടിനെ ആ സിംഹത്തിന്റെ കരടിയിൽ നിന്ന് രക്ഷിക്കും. ദാവീദ് കരുണയുള്ളവൻ. കരുണയുള്ള ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ കരുണാമയനാണ് നീ എന്ന് അവനറിയാം. ദാവീദിന്റെ പുത്രനായ യേശു എന്ന് പറഞ്ഞാൽ കരുണയുള്ള ദൈവമേ എന്നതിന്റെ അർത്ഥം. നീ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. അപ്പോൾ പുറങ്കുപ്പായം അവൻ ദൂരെ. യേശു വിളിച്ചപ്പോൾ എന്തെടുത്തു? നമുക്ക് പുറകെ പുറങ്കുപ്പായം. ഇത് ദൂരെ എറിയുവാനാണ് നമ്മൾ ഇരിക്കുന്നത് ഈ നോമ്പുകാലം. ആത്മീയ മനുഷ്യനായി രൂപപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ പോകും. 4 ഫില്ലറാണ് സഭയുടെ. ശ്രദ്ധിച്ച്, നിങ്ങൾ സഭ കത്തോലിക്ക സഭയിലെ മക്കളാണെങ്കിൽ ഈ 4 ഫില്ലേഴ്സ് ആയിരിക്കും നമ്മളെ താങ്ങി നിർത്തുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2:42. എല്ലാവരും നേരിട്ട് പറഞ്ഞ് അപ്പോസ്തല പ്രവർത്തനം ഒന്ന് ഉറക്കെ പറ. കിട്ടിയവർ ബൈബിളൊക്കെ ഉള്ളവർ ബൈബിൾ എടുത്ത് അപ്പോസ്തല പ്രവർത്തനം 2:42. അവിടെ എന്താ വചനം പറയുന്നത്? സൗകര്യം കിട്ടിയോ? അപ്പോസ്തലന്മാരെ 2:42 അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം എന്താണ്? ഒന്ന് പ്രബോധനം. എന്താണ്? എന്താ ഈ പ്രബോധനം? ദൈവവചനം. ആദ്യമായി പ്രബോധനം കൊടുത്തത് പത്രോസ്ലീഹ. ഈ പത്രോസ്ലീഹ ആ കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ പ്രബോധനം കൊടുത്തപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. എന്തോ സംഭവം നടന്നു? ആദ്യം
ആദ്യ വചനം കേട്ടപ്പോൾ, വചനമാണ് പ്രബോധനം. വചനം കേട്ടപ്പോൾ ഒരു കാര്യം നടന്നു. പെട്ടെന്ന് പറയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് നിർത്താം. അല്ല, അതൊക്കെ പിന്നീട്. പത്രോസ്ലീഹ പ്രബോധനം കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2:37 ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. ഇത് കേട്ടപ്പോൾ, വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നുറുങ്ങണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഹൃദയം നുറുങ്ങണം. ഹൃദയം നുറങ്ങണമെങ്കിൽ വചനം വാളാം. വചനം എന്താണ്? എന്താ വാളിന്റെ പ്രത്യേകത? ഇരുതല വാള. കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഒരുപോലെ അഭിഷേകം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ വചനം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയില്ല, ഹൃദയത്തിലേക്ക് പോകുന്നു. വചനം നമുക്ക് ഈ വചനം നല്ല നിലത്തിൽ വീണെങ്കിലേ ഇത് തിരിച്ച് ഇങ്ങോട്ടടിക്കുക. കേൾക്കുന്ന നിങ്ങൾക്ക് അഭിഷേകമുണ്ടാകും, അഭിഷേകമുണ്ടാകും. അതുകൊണ്ടാണ് വെളിവ് നിറഞ്ഞോർ ഈശോ നിൻ വെളിവാൽ. അതിൻ്റെ അർത്ഥം എന്നാ? വെളിവ് നിറഞ്ഞോർ ഈശോ നിൻ വെളിവാൽ കാണുമെന്ന് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്നാ സുഹൃത്ത്? വെളിവ് നിറഞ്ഞോർ ഈശോ നിൻ വെളിവാൽ കാണുമെന്ന് പറഞ്ഞില്ല. വെളിവ് നിറഞ്ഞോർ ഈശോ നീ വെളിവാൽ കാണുമെന്ന് പറഞ്ഞില്ല. വെളിവ് നിറഞ്ഞോർ ഈശോ നീ വെളിവാൽ കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കാണും പ്രകാശം നിറഞ്ഞെന്നല്ല, അതിന് വേറെ അർത്ഥം. അതിന്റെ പൂർണ്ണാർത്ഥം വെളിവെന്ന് പറഞ്ഞാൽ സകല ജ്ഞാനം നിറഞ്ഞ ഈശോയെ നിന്നെ കുറിച്ചുള്ള അറിവ് ഞാൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരിക്കുന്നു. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചതിന് ശേഷമാണ് വിശുദ്ധ കുർബാനയ്ക്ക് വരുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മൊബൈൽ കൊണ്ട് പള്ളി കയറത്തില്ല. കുർബാന സമയത്ത് മൊബൈൽ കൊണ്ടുവരുത്തില്ല. 30 വർഷമായി ഇന്നേ നാഴിക വരെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോകില്ല. കാരണം അഗ്നിമയന്മാർ പറഞ്ഞ പാട്ടൊന്ന് പാടിക്കും. ആ മൈക്ക് കൊണ്ട് കൊടുത്തത് അഗ്നിമയന്മാർ പാട്ടുകാരായിരിക്കും. അഗ്നിമയന്മാർ എന്ന് പറഞ്ഞാൽ നവവൃത്ത മാലാഹമാരിലെ ഒരു മാലാഹ അവരെ പരിശുദ്ധ. പക്ഷേ വിശുദ്ധ കുർബാന കാണുമ്പോൾ അവർ വിറച്ചു. അതാണ് അല്ലെങ്കിൽ ഭയത്തോടും പറയലോടും കൂടെ നിൽക്കേണ്ട കുർബാനയ്ക്ക് ടെസ്റ്റിംഗ് സെക്രട്ടറി ഇരുന്ന് കൂപ്പണെഴുതും പള്ളിക്കകത്തിരുന്ന്. ഇത് ഭയങ്കര അപകടമാണ്. മാലാഹമാര് പോലും വിറയ്ക്കുന്നതാണ് വിശുദ്ധ കുർബാന. മാലാഹമാര് പോലും വിറയ്ക്കുകയാണ്. അവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഭാദ്രോപിയോ വൈകിട്ട് അല്ലെങ്കിൽ ഒരു നേരെ ആഹാരം കഴിക്കും, രാത്രി ആഹാരം കഴിക്കും. ആ സമയത്ത് 40 കൊന്ത ഒരു ദിവസം. ഈ സമയത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വരും. അപ്പോൾ ഒരു വൈദികന്റെ ആത്മാവ് വന്നിട്ട് പറയുക, ഭക്തിയില്ലാതെ ബലി അർപ്പിച്ചതുകൊണ്ട് ഞാൻ 7 വർഷമായി സ്വർഗത്തിൽ പോയിട്ടില്ല. നിങ്ങൾ മൊബൈൽ തോണ്ടിക്കൊണ്ട് ഈ വിശുദ്ധ കുർബാനയ്ക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല. പ്രിയരെ, ഇത് മനസ്സിലാക്കണം. അഗ്നിമയന്മാർ പോലും വിറയ്ക്കുന്ന സ്ഥലമാണ് ബലിവേദി, ഈ വിശുദ്ധ സ്ഥലം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ മാർഗരറ്റിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? തിരുഹൃദയ ഭക്തയാണ് മാർഗരറ്റ്. നീ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആനവാതിലിൽ കൂടിയേ കയറാവും. എവിടെ കൂടെ കയറാവും? തിയേറ്ററിൽ കയറുന്ന ഇടയ്ക്ക് ഇവിടെ കയറേണ്ടത്. ആനവാതിലിൻ്റെ അവിടെ ഈശോ നിന്നെ കാത്തിരിക്കും. അവിടെ ഒന്ന് കുമ്പിടണം, മുട്ടിന്മേൽ നിൽക്കണം. ദേവാലയത്തിൽ വന്നാൽ നീ നിൽക്കുന്നത് ഈശോയുടെ വസ്ത്രാഞ്ചലമാണ്. ഇവിടെ ഈ വസ്ത്രാഞ്ചലത്തെ മുട്ടുകുത്തണം, അല്ലാതെ കൈയും വീശി ഇങ്ങനെ കോരരുത്. മുട്ടുകുത്തണം. നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നറിഞ്ഞെങ്കിൽ നീ കൈകെട്ടിക്കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കില്ല.
നിന്റെ കൈ കൂപ്പും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? പ്രബോധനമില്ല. അപ്പോൾ പത്രോസ്ലീഹ പ്രബോധനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം നുറങ്ങി. അവർ ചോദിച്ചു, എന്ത് ചോദിച്ചു? സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ നോമ്പുകാലം നിങ്ങൾ പറയണം, ഈ 2025 ഞങ്ങളുടെ ജീവിതം ഒന്നുകൂടെ മെച്ചപ്പെടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് പ്രബോധനം. 5 കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. എന്താ? തിമോത്തിയോസിനോട് 1 തിമോത്തിയോസ് 4:12 അവിടെ തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയും. തിമോത്തിയോസ് വചനം പറയുന്നത് 15 വയസ്സുള്ളൂ. മോന്റെ പേര് എന്താണ്? മോന്റെ പേര് നിന്റെ പേര് ബൈജു. അപ്പോ ഞാനിപ്പോ പറഞ്ഞു കേട്ടായിരുന്നു. തിമോത്തിയോസ് 2 വയസ്സുണ്ടായിരുന്നു. കേട്ടിട്ടോ? 15 വയസ്സ്. വേറെ എന്തോ പറഞ്ഞു ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ 15 വയസ്സുള്ള തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറഞ്ഞു, 4 കാര്യങ്ങളിൽ നിനക്ക് മാറ്റും, 5 കാര്യങ്ങളിൽ നിനക്ക് മാറ്റും. എത്ര കാര്യങ്ങളിൽ? 1, പ്രബോധനം കൊടുക്കും. 15 വയസ്സുള്ള തിമോത്തിയോസിനോട് പൗലോസ്ലീഹ കൊടുക്കുന്ന പ്രബോധനമാണ് 1 തിമോത്തിയോസ് 4:12. ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാവരുത്. വാക്കുകളിലും 1 വാക്ക്. നിന്റെ നാവ് കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. നിന്റെ നാവ് കൊണ്ട് നീ ആരെയും വേദനിപ്പിക്കരുത്. നിന്റെ നാവ് നല്ലതാണെങ്കിൽ നിന്റെ ശരീരം മൊത്തം നല്ല. യാക്കോബ് 3:2 പറയുകയാണ്, നിന്റെ നാവ് നല്ലതാണെങ്കിൽ നിന്റെ ശരീരം മൊത്തം നല്ലതാണ്. എന്തിനാ നാവ് തന്നിരിക്കുന്നത്? ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, ആരാധിക്കുവാൻ, ഹല്ലേലൂയ, പ്രോത്സാഹിപ്പിക്കുവാൻ. ഇതിനുവേണ്ടി നാവ് തന്നിരിക്കുന്നു. നാവ് കൊണ്ട് ആരെയും വേദനിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 19:14 എന്റെ അപേക്ഷയും വിമോചകനുമായ കർത്താവേ, എന്റെ അപേക്ഷയും വിമോചകനുമായ കർത്താവേ, എന്റെ അതിരത്തിലെ വാക്കുകളും ഹൃദയ വിചാരങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എന്റെ നാവ് നല്ലതാണെങ്കിൽ ശരീരം മൊത്തം നല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:12 ഈ വചനം പറയരുത്. എന്താണ് സങ്കീർത്തനം 34:12 പറയുന്നത്? ബൈബിളുള്ളവരൊക്കെ ബൈബിൾ എടുത്ത് സങ്കീർത്തനം 34:12 എന്താ വചനം പറയുന്നത്? ഉറക്കെ വായിച്ച്. പെട്ടെന്ന് സമയമില്ല, വായിച്ചു സമയമില്ല. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ്സ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് മുഖത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞ, ഈ 2025 നല്ലവണ്ണം ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. ഒരാളോട് ചോദിച്ചു. പ്രൈസ് അടുത്തിരിക്കുന്ന മോനോട് ചോദിച്ചു, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ചേട്ടായിയോട് ചോദിച്ചു, ചേട്ടായി നല്ലവണ്ണം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ്സ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? അപ്പനോട് ചോദിച്ചേ. അപ്പ നല്ലവണ്ണം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളു. നിന്റെ നാവ് കൊണ്ട് ആരെയും നീ കരയിപ്പിക്കരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നിന്റെ നാവ് കൊണ്ട് ആരെയും കരയിപ്പിക്കരുത്. ശ്രദ്ധിച്ചു. കാരണം എന്നാ? ഞാൻ ആരാ? നിങ്ങൾ ഈ 10 കൽപ്പനകൾ പറഞ്ഞ് കുമ്പസാരിച്ചാൽ ഒരു പാവവും നിങ്ങളുടെ കൊടുത്തു. അതുകൊണ്ടാണ് തോമസ് അക്വിനാസ് പറഞ്ഞത് 10 കൽപ്പനകൾ പഴയ നിയമസഭയ്ക്കുള്ളത്, പുതിയ നിയമസഭയ്ക്കുള്ളത് മത്തായിയുടെ 5, 6, 7 ഗിരിപ്രഭാഷണം. അതെടുത്തിട്ടാണ് കുമ്പസാരിക്കേണ്ടത്. മത്തായി 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഞാൻ ഈ ഭൂമിയുടെ ഉപ്പാണെന്നോ ചെന്നിത്തലയുടെ ഉപ്പാണെന്നോ
എന്താ സഹോദരൻ അങ്ങനെ പറയുന്നത്? ഞാൻ മൂലം ആർക്കും കേടുവരുന്നു. നീ ഉപ്പാണെങ്കിൽ നിന്റെ ഇടവയിൽ ആരും ആത്മഹത്യ ചെയ്യത്തില്ല, ദേശത്ത് ആത്മഹത്യ ചെയ്യത്തില്ല. നീ ഉപ്പാണെങ്കിലുണ്ടല്ലോ, ശൈലിമാരുണ്ടാകത്തില്ല. അത് സഭയുടെ കുറ്റമല്ല, ദൈവജനത്തിന്റെ കുറ്റമാണ്. ദൈവജനം ഉപ്പാകാതുള്ള പല ശൈലിമാരും ഉണ്ടാകും. നീ ഉപ്പാ. ആത്മഹത്യ ചെയ്തതിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുക ഇതെങ്ങനെ? പക്ഷെ ഒരു ദിവസത്തിന് മുമ്പ് എന്നായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും. നീ ഭൂമിയുടെ ഉപ്പാണോ? നീ മൂലം ആരും കേടുവരരുത്. നീ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ മറ്റുള്ളവരെ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള കടമ നിനക്കുണ്ട്. മോനെ, നിന്റെ അപ്പനെ കേടുകൂടാതെ സൂക്ഷിക്കണം. അപ്പനോട് പറയാം, അപ്പ ഞാൻ കേടുകൂടാതെ സൂക്ഷിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം നീ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് രുചിയുണ്ട്. ഉപ്പിലേക്ക് രുചി തരുമോ? നീ മറ്റുള്ളവർക്ക് രുചിയാണ്. 158ാമത്തെ യാത്ര പുറപ്പെടുമ്പോൾ 17 മണിക്കൂർ വചനം, ആത്മീയ യാത്ര. ഈ മാവേലിക്കര വെച്ച ഇത് 5ാമത്തെ ട്രിപ്പ്, ബാക്കിയെല്ലാം പാലായി വെച്ചാണ്. അവിടെ ആകുമ്പോൾ ജനങ്ങളുണ്ട്. മലങ്കരക്കാരെ കൂടെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് എഴുത്ത് നടത്തുന്നു. നിങ്ങൾ ഈ ചെന്നിത്തലയിൽ കൂടെ പോകുന്ന മട്ടക്കൽ ബസ്സിലാണ് നമ്മുടെ മട്ടക്കലിനെ അറിയില്ലേ? അപ്പൊ മട്ടക്കൽ ബസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അജീബ് നോട്ടീസ് ഒക്കെ തരും. അതിനകത്ത് എൻ്റെ നമ്പറാണ്. ആ നമ്പറിൽ വെച്ച് നിങ്ങൾ വാട്സാപ്പ് പഠിക്കാമെന്ന് ഇന്നത്തെ ധ്യാനം നിങ്ങൾക്ക് നാളെ കിട്ടും. നാളെ അത് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്കും കൊടുക്കും. ഈ കേൾക്കുന്നതല്ല, മറ്റുള്ളവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബമായി പോലെ ചിന്നിത്തരക്കാരൻ നിങ്ങളുടെ പള്ളിയുടെ വാദത്തിൽ ബസ് വന്നു. ദൈവവചനത്തിൽ മക്കളിൽ നിന്ന് എൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടും. വേളാങ്കണ്ണി ഒരു ദിവസം താമസിക്കുന്നു. അതിനുശേഷം പള്ളിയിലേക്ക് പോകുന്നു. വേളാങ്കണ്ണി വരുന്നവരെല്ലാം ഉപസാരിപ്പിക്കുന്നു. അതിനുശേഷം വൈകിട്ട് അവിടെ 24 മണിക്കൂർ കൃഷിക്ക് വേണ്ടി ജപമാലയൊക്കെ പങ്കെടുക്കുന്ന സമയത്തായിരുന്നു നടത്തുന്നത്. 4 മണിക്കൂർ സമയമാണ് ജപമാല പ്രാർത്ഥന തന്നെ. ഭയങ്കര അനുഭവം. ആർക്കും ഒരു മുഷിപ്പ് തോന്നും. ശ്രദ്ധിച്ചേ. അതിനുശേഷം പൂർണിമാത ബസിലിക്കപ്പള്ളിയിൽ പോകുന്നു. അവിടെ ബലിയർപ്പിക്കുന്നു. അതിനുശേഷം വാടിപ്പെട്ടി എന്ന് പറയുന്ന പള്ളിയാണ്. അവിടെ വാടി എന്ന് പറഞ്ഞാൽ തോട്ടം, പൂന്തോട്ടം. പെട്ടി എന്ന് പറഞ്ഞ ഗ്രാമം, പൂന്തോട്ടത്തിന്റെ ഗ്രാമം. അവിടെ വെച്ചാണ് ഈ ജോസഫ് അച്ഛന് ഒരു ദർശനമുണ്ടായി. ഉദാസനം തുടങ്ങാറുണ്ട്. വാടിപ്പെട്ടിയിലെ ദേവാലയത്തിന്റെ ദേവാലയത്തിൽ വറ്റാത്ത ഉറവയോ, ആ ഉറവയാണ് അരുവിമരുന്നത്. ഞാൻ ഈ ബസ്സിൽ 17 ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം കുടിച്ചു 157 അലർജികളും മാറിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഒരിക്കലും ബാക്ടീരിയ ശാസ്ത്രം കണ്ടെത്തില്ല. ഈ കൃപാസനത്തിന് വരുന്ന 4 ആളാണ് ശനിയാഴ്ച. നമുക്കൊരു ഇതുണ്ട്. വാടിപ്പെട്ടി ദേവാലയത്തിൽ അട്ടാരെ കയറി നിന്നുകൊണ്ട് നമ്മൾ വിശുദ്ധ ആരാധന ഐതിഹ്യങ്ങളിൽ കുർബാനയായിരിക്കും. അപ്പോൾ നമ്മൾ ആരാധന അവിടെ ചെന്നത്. അപ്പോൾ അത്ര മനോഹരമായ ഒരു അനുഗ്രഹ യാത്ര. അച്ഛനടിയിലേക്കൊക്കെ ഇടയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അച്ഛൻ കാണുന്നുണ്ടോ? ഇല്ലേ? ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. മനമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ അതാണ് എൻ്റെ നാവ്. അതുകൊണ്ടാണ് മത്തായി 5:21 കൊല്ലരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ നിന്റെ സഹോദരനോട് കോപിച്ചാൽ നീ ന്യായവിധിക്ക് അർഹനാണ്. അടുത്തത്, സഹോദരനെ നീ മക്കളെ, ഈ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾ മണ്ഡല പൊട്ടനും വിളിച്ചിട്ട് കുമ്പസാരിച്ചില്ലെങ്കിൽ ഉത്തിരിപ്പ് കടവും എഴുതിയിട്ടു. ഉത്തിരിപ്പ് കടവും നമ്മൾ സ്വന്തത്തിൽ പോകുന്നില്ല. മക്കളെ മണ്ടനാണ്, പൊട്ടനാണ്, കഴുതയാണെന്ന് വിളിച്ചാൽ എന്താണ് വചനം പറയുന്നത്? എന്താ വചനം പറയുന്നത്? ഇനി 2 വിഡ്ഢി എന്ന് വിളിച്ചാൽ നരകാഗ്നി ഇരയായിത്തീരും. നീ വെല്ലുവിളത്തിൽ കാഴ്ച. അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ
അടുത്തിരിക്കുന്ന കൂടപ്പനോട് ചോദിച്ചു, എന്തിനാണ് നാവ് തന്നിരിക്കുന്നത്? എന്നെ നോക്കുന്നു. നാവ് തന്നിരിക്കുന്നത് അനുഗ്രഹിക്കാൻ. 1 പത്രോസ് 3:9 തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ നിങ്ങൾ അനുഗ്രഹിക്കുകയും അനുഗ്രഹം മാത്രമേ നിങ്ങൾ പറയാം. അടുത്തിരിക്കുന്ന ഇടത്ത് വലത്തിരിക്കുന്ന കൂടപ്പുറപ്പിന്റെ കൈക്ക് പിടിച്ചിട്ടുള്ള ദൈവം താങ്കളെ അനുഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് യു ആർ ബ്ലെസ്ഡ്. യു ആർ ബ്ലെസ്ഡ്. ഒരിക്കലും ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞു യു ആർ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പം എനിക്ക് മനസ്സിലായി. മലയാളത്തിൽ പറഞ്ഞപ്പോഴെനിക്ക് ചിലവരോട് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മനസ്സിലാവും. നീ ഒരു അനുഗ്രഹമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചത് പറ, താങ്കളൊരു അനുഗ്രഹമാണ്. യു ആർ ബ്ലെസ്സിങ്. ഞാൻ ഫോൺ വിളിച്ചാൽ പ്രൈസ് ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പ്രൈസ് തോന്നുന്നു. അപ്പോൾ ഞാൻ നായരാണെന്ന്. ഞാൻ പറഞ്ഞു നായരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ഒരു പോണം. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമേ നിന്റെ നാം ഉപയോഗിക്കാവൂ. യു ആർ ബ്ലെസ്ഡ്. മക്കളോട് പറയും നീ ഒരു അനുഗ്രഹം. ഭർത്താവിനോട് പറയും നീ ഒരു അനുഗ്രഹം. നിങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റിട്ട് ഭാര്യ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചോണ്ട് പറയണം, ഭർത്താവ് ഭാര്യയുടെ കൈക്ക് പറഞ്ഞു മാറും. യു ആർ ബ്ലെസ്ഡ്. നീ ഒരു അനുഗ്രഹം. ബ്രദറെ അനുഗ്രഹം കേട്ടോ. യു ആർ ബ്ലെസ്ഡ്. നീ ഒരു അനുഗ്രഹം. പ്രൈസ്. നീ ഒരു അനുഗ്രഹം. യു ആർ ബ്ലെസ്ഡ്. അപ്പൊ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമേ നാം ഉപയോഗിക്കാവൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:12 പറയാണ്. പെട്ടെന്ന് വായിച്ചേ. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെ സൂക്ഷിക്കും. നിന്റെ അധരം നിമിത്തം നീ ആരെയും വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് 17 പ്രാവശ്യം സംസാരിച്ചത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം സംസാരിച്ചത് സ്ത്രീയെ എന്തിനു കഴിയും? സ്ത്രീയെ എന്തിന്? അതിൻ്റെ അർത്ഥമുണ്ട്, നീ കരയേണ്ട കാര്യം നിന്നോടൊപ്പം ഞാനുണ്ട്. ഉദ്ധാന സന്ദേശമാണ്. ഉയർപ്പ് ക്രിസ്ത്യാനി കരയേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ പുറകിലൊരു അർത്ഥമുണ്ട്, നീ മൂലം ആരും കരയരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നീ മൂലം ആരും കരയാനിടവരുത്തി. ഈ ദേവാലയത്തിൽ നീ മൂലം ആരെങ്കിലും കരയാനിടവന്നെങ്കിൽ അതിന് കണക്ക് കൊണ്ട് കണ്ടുവരും. വലതുവരെ പറ, നീ മൂലം ആരും കരയും. സഹോദര, നിന്റെ വാക്കുകൊണ്ട് നിന്റെ പ്രവൃത്തി കൊണ്ട് നീ കരയാൻ പാടില്ല. നീ ആരെയും കരയിപ്പിക്കരുത്. ഒരു വൈദികനെ നീ കരയിപ്പിക്കരുത്. ഒരു ഇടവക്കാരനെ നീ കരയിപ്പിക്കരുത്. കരയിപ്പിച്ചാൽ അത് വലിയ കടമായി തീരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നിന്റെ വാക്ക് 1. 2, നിന്റെ പെരുമാറ്റം. എന്താണ് നീ പെരുമാറുന്നത്? എങ്ങനെയായിരിക്കണം? ഒരു ക്രൈസ്തവന്റെ പെരുമാറ്റമാണ് മറ്റുള്ളവർ. എന്താ പെരുമാറ്റം? ഹല്ലേലൂയ. നല്ല സമരിയാക്കാരൻ എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ഉപമിക്കും. സഭയാകുന്ന സത്രത്തിലെ സൂക്ഷിപ്പുകാരാ ഞാനും. സഭയുടെ പേരെന്നെ ജോൺസൺ. ഞാനും ജോൺസണും എല്ലാം ഈ സഭയാകുന്ന സത്രത്തിലെ സൂക്ഷിപ്പുകാർ. ജോൺസൺ ഒന്ന് എഴുന്നേറ്റിട്ട് ആയിരിക്കുന്ന ബ്രദറിന്റെ സഭയുടെ പേര് ഞാൻ ജീനു. സഹോദരൻ ചെന്നിട്ട് സഹോദരൻ സഭയാകുന്ന സത്രത്തിന്റെ സൂക്ഷിപ്പുകാർ ജിനുവിന്റെ കൈക്ക് പിടിച്ചോണ്ട് പറ, ഞാൻ പൊന്നുപോലും നോക്കിക്കോളാം എന്ന് എന്ന് പറഞ്ഞേ. പൊന്നുപോലും നോക്കാമെന്ന് പറ. അതോട് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്തു. ഇതാണ് പെരുമാറ്റം. ലൂക്ക 10:33
പറയുന്നതല്ല ഉള്ള കാര്യം. നീ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണേണ്ടത്? ലൂക്കാ 10:33 അവനെ കണ്ടു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, കണ്ണുണ്ടായ പോലെ കാണണമെന്ന് പറഞ്ഞു. ആദ്യം കാണാൻ പഠിക്കണം. ഇടവകയിൽ എത്ര കുടുംബമുണ്ടോ ആ കുടുംബങ്ങളെയൊക്കെ നീ ഒന്ന് പോയി കാണണം. അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കാണണം, ദുഃഖിക്കുന്നവരെ കാണണം. തിരുവനന്തപുരത്ത് കാട്ടാക്കടയുടെ ഒരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ ഒരു കുടുംബം എന്നെ കണ്ടിട്ട് പറയുകയാണ്, ബുധന്റെ പ്രസംഗം ഞങ്ങൾ വെളിയിൽ മയക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കേട്ടു. ഞങ്ങൾ ഈ പള്ളിക്കാരായിരുന്നു. ഈ പള്ളിക്കാർ ഇപ്പൊ പെന്തക്കോസ്തിലാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട് പള്ളി. ഞങ്ങൾ നടന്നാ വരുന്നത്. ഈ പള്ളിയിലെ 85% ആൾക്കാർക്കും കാറാണ്. ഒരുത്തം പോലും കാറിൽ കയറ്റത്തില്ല. അങ്ങനെ കുറേ വർഷം നടന്നു ഞാനും മക്കളും വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെന്തിക്കോസിലെ പാസ്റ്റർ മുന്തിയ തരം കാറെ കയറ്റിക്കൊണ്ട് പറഞ്ഞു, ഈ 3 കിലോമീറ്റർ പോകണ്ടോ, 1.5 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ പെയ്ത്ത് പോകും. എല്ലാ ദിവസവും നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകും. അവർ കൂട്ടിക്കൊണ്ട് വന്നു. അവർ ഞങ്ങൾക്ക് അവരുടെ കൂടെ ചേർന്നു. ഞങ്ങൾക്ക് വാടക വീടായിരുന്നു, ഇപ്പൊ വീടുണ്ട്. ആദ്യം കാണാൻ പഠിക്കും. ഹല്ലേലൂയ. ഇന്ന് കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് സഭയിൽ നിന്ന് ഓരോരുത്തർ വിട്ടുപോവുക. സഭയിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്, കത്തോലിക്ക സഭ പങ്കുവെക്കുന്ന സഭയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനിലും ദാരിദ്ര്യമില്ല. മനസ്സിലായോ? മനസ്സിലായോ? അപ്പം മുറിഞ്ഞതുപോലെ നീ മുറിയണം. ഹല്ലേലൂയ. അപ്പൊ അവനെ കണ്ടു. അപ്പോൾ കാണുക എന്ന് പറഞ്ഞാൽ, ഞാൻ അച്ഛനെ കാണുക എന്ന് പറഞ്ഞാൽ അച്ഛനെ മനസ്സിലാക്കിയെന്ന്. ഞാൻ അച്ഛനെ പൂർണ്ണമായി മനസ്സിലാക്കി. പെണ്ണ് കാണാൻ പോകുമ്പോഴേ പെണ്ണിൻ്റെ ആ പുരുഷൻ അല്ലെങ്കിൽ ആ സഹോദരൻ്റെ സഹോദരിമാരെ കൊണ്ടുപോകും. ഈ പെണ്ണുങ്ങളുടെ ചട്ടുണ്ടോ, മുട്ടുണ്ടോ, കോൺകണ്ണുണ്ടോ, കണ്ണു പൊങ്ങിയതാണെന്നൊക്കെ പറയാൻ കാണാൻ സാധിക്കുന്നു. അപ്പൊ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കിയെന്നാണ്. ഞാൻ ആ സിസ്റ്റേഴ്സിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവരുടെ വേദനകൾ മൊത്തം എനിക്ക് മനസ്സിലായി. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തതാണ് മനസ്സലിഞ്ഞു. മനസ്സുള്ളതിന്റെ പേരാണ് മനുഷ്യൻ. ഇന്ന് മനുഷ്യനിൽ മനസ്സില്ല. ഇന്ന് മനുഷ്യനിൽ എന്തില്ല? മനസ്സുണ്ടായിട്ട് വേണ്ട അരിയ. ഈ ഭവനം എന്നത് ഹിന്ദുക്കൾ പറയുന്നതാണ് ഭവനം. അതിനൊരർത്ഥമുണ്ട്, ഭഗവാൻ വസിക്കുന്ന ഇടം. അതാണ് ഭവനം. ഭഗവാൻ വസിക്കുന്ന ഇടം. അപ്പൊ ഇന്ന് ഭവനത്തിന്റെ ഭ വെട്ടിയ പിന്നെന്താ? ഭ എന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തുവാ? വനം. ഇന്ന് ഭവനമില്ല, വനമാണ്. വനത്തിന്റെ പ്രത്യേകത എന്താ? കൊല്ലുക, ചുറ്റിയെ കടിച്ചു കൊല്ലുക, അല്ലാത്ത രീതിയിൽ കൊല്ലുക. ഇങ്ങനെ ഭവനം ഇന്ന് വനമായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മനസ്സില്ല, മനസ്സലിഞ്ഞു. മനസ്സലിഞ്ഞപ്പോൾ എന്തുണ്ടായി? അടുപ്പമുണ്ടായി, ബന്ധമുണ്ടായി. ഈ ബന്ധത്തിന്റെ പേരാണ് പർദീസ. ദൈവവും ഞാനുമായി ബന്ധമുണ്ടാകുന്ന പേരാണ് പർദീസ. ആദം, നീ എവിടെ? ബന്ധമുണ്ടായപ്പോൾ അവനെന്തെടുത്തു? ഇവന്റെ എണ്ണയും വീഞ്ഞും കൊടുത്തു. എനിക്കുള്ളതെല്ലാം നിനക്കൂടുള്ളതെന്ന് പറയുന്നതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, എനിക്കുള്ളതെല്ലാം നിനക്കൂടുള്ളതാണ്. ഇതിന്റെ പേരാണ് പ്രബോധനം. ഈ പ്രബോധനം കേട്ടപ്പോൾ എന്തുണ്ടായി? അപ്പോസ്തല പ്രവർത്തനം 2:42. പ്രബോധനം കഴിഞ്ഞാൽ പിന്നെ കൂട്ടായ്മ. എന്താ കൂട്ടായ്മ? ദൈവവചനം കേട്ടുകഴിഞ്ഞാൽ, പ്രബോധനം കേട്ടുകഴിഞ്ഞാൽ കൂട്ടായ്മ ഉണ്ടാകും. എന്താണ് കൂട്ടായ്മ? എല്ലാവർക്കും വളരെ പറഞ്ഞു. എന്താ കൂട്ടായ്മ? കൂട്ടായ്മ ഒരിക്കലും ഭിന്നിപ്പില്ലാത്തതിന്റെ പേരാണ് കൂട്ടായ്മ. അപ്പോസ്തല പ്രവർത്തനം 2:44. അപ്പോസ്തല പ്രവർത്തനം 4:32. അപ്പോസ്തല പ്രവർത്തനം 4:32. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വിശ്വാസികളുടെ കൂട്ടായ്മ. എന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ,
ഒരു ഹൃദയവും ഒരു ആത്മാവും. എന്റെ അർത്ഥം എന്നാ? ഇതാ കൂട്ടായ്മ. കൂട്ടായ്മയെ ഭിന്നിപ്പില്ല. ഇന്ന് പള്ളിയിൽ സംഘടനകളെ ഉള്ളൂ, കൂട്ടായ്മയില്ല. ഓരോ സംഘടനകൾ, ഭക്തസംഘടന, 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 ഭക്തഘടന. കൂട്ടായ്മ മാത്രം, കൂട്ടായ്മ മാത്രം. ഇന്ന് സഭയ്ക്ക് കൂട്ടായ്മ നഷ്ടപ്പെട്ടു. കൂട്ടായ്മ എന്ന് പറഞ്ഞ സഹോദരിയുടെ പേരെന്നാ? പേര് പറ. ബിന്ദു. അടുത്തിരിക്കുന്ന സഹോദരിയുടെ പേരെന്തോ? റീനയുടെയും ബിന്ദുവിന്റെയും ഹൃദയം എന്തായിരുന്നു? ഒരു ഹൃദയവും ഉണ്ടോ? കേട്ടോ? ഇന്ന് കുടുംബത്തിലുണ്ടോ? ഭാര്യ ഭക്തി ബന്ധങ്ങളിലുണ്ടോ? സന്യാസി മഠങ്ങളിലുണ്ടോ? ഞാൻ ഈ ശനിയാഴ്ച 5 ദിവസത്തെ ധ്യാനം അഭ്യർത്ഥന, അവസാന ദിവസത്തെ 170 സിസ്റ്റേഴ്സിന്റെ ധ്യാനം നടത്താൻ എന്നെ വിളിച്ചിട്ടുണ്ട് കഞ്ഞിരപ്പള്ളി. 19ാമത്തെ പ്രാവശ്യം സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ പോകും. പറയേണ്ട രീതിയിൽ അവിടെ തന്നെ ഭിന്നിപ്പിന്റെ അരുവികൾ വരുന്നു. എന്തായിരിക്കും അർത്ഥം? സാത്താൻ അത്രമാത്രം വിശ്വസിച്ചിരിക്കുന്നു. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ആണോ? 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 ആകണം. ഇതാണ് നോമ്പ്. നോമ്പെന്ന് പറഞ്ഞാൽ എന്താ? പൗലോസ്ലീഹ റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമ 6:19. സഹോദരാ, പിന്നെ പിതൃന്റെ പേര് ഞാൻ വിട്ടുപോയല്ലോ. പിതൃന്റെ പേര് അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിച്ച് എന്താണ്? റോമ 14:19. ചരിത്രക്കാരുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. പറയാൻ റോമ സഭയോട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ അനുസരണം എല്ലാവരും അറിവുള്ളതാണ്. കേരള കത്തോലിക്ക സഭയോട് പറയുകയാണ് പൗലോസ്ലീഹ പറയുകയാണ്, കേരള കത്തോലിക്ക സഭയോട് പൗലോസ്ലീഹ പറയുക, നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും പറയാൻ നോക്കൂ. അതാണ് ഇത്രമാത്രം തകർന്നിരിക്കുക നമ്മുടെ സഭ. അപ്പൊ നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അച്ഛൻ പറഞ്ഞു, കുടുംബം ഇവിടെ ധ്യാനം നടക്കുക, എല്ലാ കുടുംബവും വരണേ. വന്ന് എത്ര പേര് വരുമോ? നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവർ. നല്ല കാര്യങ്ങൾ എന്തുവാ? നല്ല സമരിയക്കാരൻ. മറ്റുള്ളവന്റെ വേദന എന്റെ വേദനയാണ്, നിന്റെ ദുഃഖം എന്റെ ദുഃഖമാണ്, നിന്റെ നൊമ്പരം എന്റെ നൊമ്പരമാണ്. അതാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിന്മയുടെ മാലിന്യം അതാണ് നോമ്പ്. തിന്മയുടെ മാലിന്യത്തെ ഇല്ലാതാക്കുന്നതിന്റെ പേരാണ് നോമ്പ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? സമാധാനത്തിന്റെ ദൈവം പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. അപ്പൊ നിങ്ങളുടെ കാൽക്കീഴിലാണ് പിശാച് കിടക്കുന്നത്. ഇപ്പൊ തലയ്ക്ക് മുകളിലാണ് കിടന്ന് കളിക്കുന്നത്. അപ്പൊ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി ദൈവം തകർക്കണം. പിശാചിനെ തകർക്കുകയാണ് നോമ്പ്. പിശാചിനെ തകർക്കുകയാണ് നോമ്പ്. അപ്പൊ ശ്രദ്ധിക്കുക, പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ പോവാ. അപ്പൊ പ്രബോധനം എന്താണ്? പ്രബോധനം കഴിഞ്ഞാൽ എന്താ? കൂട്ടായ്മ, വിശ്വാസികളുടെ സമൂഹം, ഒരു ഹൃദയവും. അപ്പോസ്തല പ്രവർത്തനം 4:32. പെട്ടെന്ന് എടുത്തോ. അപ്പോസ്തല പ്രവർത്തനം 4:32 പെട്ടെന്ന് എടുത്ത് വായിച്ചോ. പ്രബോധനം, കൂട്ടായ്മ, അല്ല, 4:32. വിശ്വാസികളുടെ സമൂഹം ഒരാത്മാവും ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടു.
ജപ്തി നടപടിയില്ല. അവിടെ ഇടയിൽ ഓട്ടോ പിടിച്ചോണ്ട് പോകത്തില്ല. കാരണം നിങ്ങൾ വിശ്വാസികളുടെ സമൂഹമാണെങ്കിൽ ഈ ഇടവയിൽ ആർക്കും ജപ്തി നടപടികൾ ഉണ്ടാവില്ല. എനിക്കുള്ളതെല്ലാം നിനക്കൂടെ ഇന്ന് മിച്ചം വെക്കുക. മിച്ചം എന്റെ വെച്ചിലായി മാറാൻ പോവുക. മിച്ചം എന്റെ വെച്ചിലായി മാറാൻ പോകുന്ന കാലം വരിക. നിങ്ങളുടെ പണങ്ങൾ കൊണ്ടൊന്നും നിന്നെ രക്ഷപ്പെടുത്താനൊക്കാത്ത കാലം വരികയാണ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ പ്രബോധനം കഴിഞ്ഞപ്പോൾ കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്നാ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നിട്ടില്ല. കൂട്ടായ്മയാണ് അടുത്തത് അപ്പം കുറിക്കുക. അത് വയ്ക്കും കൂട്ടായ്മയിൽ എന്തുണ്ട്? ഈ കൂട്ടായ്മയിലാണ് വെളിവ് നിറഞ്ഞോ ഈശോദിൻ വെളിവാൽ നിന്നെ ഞാൻ. അവിടെ എന്ത് സംഭവിക്കും? അപ്പം മുറിക്കുകയാണ് വിശുദ്ധ കുർബാന. പരസ്പരം ഭിന്നിപ്പില്ലാത്തിടത്താണ് വിശുദ്ധ കുർബാന നടക്കുന്നത്. അങ്ങനെ കുർബാന നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കർത്താവ് അപ്പം മുറിച്ചപ്പോൾ ആരെ കണ്ടത്? കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ, മുറിയപ്പെടണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, ഈ കൂട്ടായ്മയില്ലാത്ത നിങ്ങൾ വിശുദ്ധ ബലി അർപ്പിച്ചാൽ കൂട്ടായ്മയില്ല. 4 ഗ്രൂപ്പുള്ള ഇടവകയാണെങ്കിൽ, 8 ഗ്രൂപ്പുള്ള ഇടവകയാണെങ്കിൽ ആ ഇടവകയിൽ എന്ത് സംഭവിക്കും? ജനത്തിന് എന്ത് സംഭവിക്കും? 1 Corinthians 11:27 1 Corinthians 11:27 പറയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഭിന്നിപ്പോടുകൂടിയാണ് വിശുദ്ധ ബലിക്ക് നീ വരുന്നതെങ്കിൽ, എന്ത് സംഭവിക്കും? കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ കർത്താവിന്റെ ശരീരത്തിന് രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും 75% രോഗങ്ങളും ശരിയായ ബലി അർപ്പിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നു. ചില രോഗങ്ങളുണ്ടായത് നിങ്ങൾ മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ചു. നിങ്ങൾ മറ്റുള്ളവരുടെ അസൂയ വെച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ചു. അതുകൊണ്ട് നിങ്ങൾ രോഗം നിങ്ങളുടെ മാറുന്നില്ല. നിങ്ങളുടെ കടബാധ്യതകൾ നിങ്ങൾ മാറുന്നില്ല. നിങ്ങളുടെ വെറുപ്പ് ഉള്ളിൽ കിടന്നുകൊണ്ടാണ് നീ പറയുമ്പോൾ നീ രോഗിയായി തീരാൻ കാരണം ഈ ബലി അങ്ങനെയാണ്. ഈ വിശുദ്ധ കുർബാന എന്താ? 1 വിശ്വസിക്കേണ്ട രഹസ്യമാണ് പറഞ്ഞു. 2 ആഘോഷിക്കേണ്ട ഒരു ഇടവകയുടെ ആഘോഷം. ഈ പള്ളി ആരുടെ നാമത്തിലുള്ളവരെ? സെന്റ് ജോർജിന്റെ ഇടവക തിരുനാളല്ല, പെരുന്നാളും തിരുനാളുകളൊന്നും അല്ല. ഇടവകയുടെ ആഘോഷം വിശുദ്ധ കുർബാനയും. ആഘോഷത്തിന് ഒരുക്കം വേണം, ഒരുമ വേണം. ഒരുക്കവും ഒരുമയില്ലാത്ത ആഘോഷം ആണെങ്കിൽ അവിടെ ദൈവം പ്രസാദിക്കത്തില്ല. അനുരഞ്ജിതരായി തീർന്നിടാം, നാം ഒരു പീഠം ഒരുക്കിയിടാം പറഞ്ഞു അറിയത്തില്ല. അപ്പൊ അനുരഞ്ജനമാണ് ബലിയുടെ അടിസ്ഥാനം. അനുരഞ്ജനപ്പെടാതെ ബലി അർപ്പിക്കരുത്. ബലി അർപ്പിച്ചാൽ കൃപ നിങ്ങൾക്ക് ലഭിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആഘോഷിക്കേണ്ട രഹസ്യമാണ്. 3 ജീവിക്കേണ്ട രഹസ്യമാണ്. അപ്പം മുറിഞ്ഞതുപോലെ ഞാൻ മുറിയണം. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയുന്ന അപ്പമാണ് ഞാൻ മുറിയണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി മുറിയണം. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മുറിയണം. ഹല്ലേലൂയ. അച്ഛൻ്റെ സഹോദരൻ്റെ മകൾ നഷ്ടപ്പെട്ടപ്പോൾ അച്ഛൻ മുറിഞ്ഞു. ആ കുടുംബത്തിന് സാന്ത്വനമായി ഈ അടുത്തിടെ കുഞ്ഞിൻ്റെ ആ 60 ദിവസം ഫോട്ടോ എടുത്തു എനിക്ക് കണ്ടോ. അതാണ് ഒരു മുറിയു. മറ്റുള്ളവർക്ക് വേണ്ടി മുറിയുന്ന
സമർപ്പിത ജീവിതം, കുടുംബ ജീവിതമല്ല. ജോൺസിന് വേണ്ടി ഞാൻ മുറിയണം, മറ്റുള്ളവർക്ക് വേണ്ടി മുറിയണം. ഒരപ്പൻ മുറിയപ്പോഴാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. മോനെ പൈസേ, നീ മുറിയുമ്പോൾ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ജിനു, സഹോദരൻ മുറിയുമ്പോൾ സഹോദരന്റെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കും. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ആരും ആത്മഹത്യയിലേക്ക് നയിക്കില്ല. നീ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടണം. അങ്ങനെ മുറിയപ്പോഴാണ് അപ്പോൾ പ്രബോധനം, കൂട്ടായ്മ, വിശുദ്ധ കുർബാന. ഈ മുറിഞ്ഞ മനുഷ്യൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? താണു വീണ് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. ആ വചനം വായിക്കാൻ പോവുകയാണ്. മോശ 40 ദിനരാത്രങ്ങൾ ദൈവത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി തുള്ളുവോ. മോശ ദൈവം കൊടുത്ത കൽപ്പന എഴുതി ഉറച്ചു. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ ജനത്തെ മൊത്തം കൊല്ലാൻ പോവുകയാണ്. മോശ രണ്ടാമതും 40 ദിവസം കമന്നു വീഴുക. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ രണ്ടാമത് നിരത്തിൽ ചെന്നിത്തല ഇടവക്കായി നിരത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാവേലിക്കര രൂപത മൊത്തം ലക്ഷ്യം നിങ്ങളൊരു മാതൃക ഇടവകയായി മാറും. ഹല്ലേലൂയ. എങ്ങനെ? ഈ നിയമാവർത്തന പുസ്തകത്തിൽ മോശയുടെ 3 പ്രഭാഷണം. അതിലെ ഒന്നാമത്തെ പ്രഭാഷണം നിയമാവർത്തന പുസ്തകം 9:7. പെട്ടെന്ന് 9:7. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുകയും അത് മറക്കരുത്. ഈ ദേശത്ത് നിന്ന് പുറത്തു വന്ന അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിനെ തുടർന്ന് ഞാൻ പറയാൻ സമയം. അങ്ങനെ ഈ കോപിച്ച് മോശ തിരിച്ചു വരുമ്പോൾ ദൈവജനം ദൈവത്തിന് വിരുദ്ധമായി കാളക്കുട്ടിയെ ഉണ്ടാക്കി തുള്ളുമ്പോൾ അഹറോനെ ദൈവം കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ മോശ വീണ്ടും മലയിൽ കയറി. ആ ഭാഗമാണ് പറയുന്നത് 9:24 തൊട്ടുള്ള വചനം. വായിച്ചേ. ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയത് മുതൽ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ്. അതുകൊണ്ട് ആ 40 രാവും പകലും ഞാൻ കർത്താവിന്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു. 40 രാവും പകലും. പ്രിയ സഹോദരങ്ങളെ, ഇനിയുള്ള നോമ്പുകാലം ഈ ചെന്നിത്തല ഇടവക്കാര് ഈ രൂപതയ്ക്ക് വേണ്ടി, ഈ ചെന്നിത്തല ദേശത്തിന് വേണ്ടി ഈ പണിയിൽ കടന്നു കിടക്കണം. നീ കിടന്ന ഈ രോഗം രക്ഷപ്പെടും. അങ്ങനെ കിടക്കാൻ തയ്യാറുണ്ടോ? ഇതിന്റെ പേരാണ് അനുതാപം. മോശ കമന്നു കിടന്നു. പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ചോദിക്കും, ഞാൻ 30 വർഷമായിട്ടും മണിക്കൂറോളം വചനം പറഞ്ഞിട്ടും നിൽക്കുന്ന എന്താണെന്നറിയാമോ? ഒരു 3 മണിക്കൂർ സമയം രാത്രി ഒരു പ്രാർത്ഥനയാണ്. ആരും അറിയാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ 62 വയസ്സ് കഴിഞ്ഞിട്ട് 30 വർഷമായി വചനം പറഞ്ഞിട്ടും തളരാതെ നിൽക്കുന്നത് അവനോടുള്ള ബന്ധം. നീ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? 8000 പേര് വേണമെങ്കിൽ വന്നു. പ്രിയേ, നിങ്ങൾക്ക് വരാനൊരു അവസരം. വന്നവരൊക്കെ അനുഗ്രഹിക്കും. ഞാൻ ചെന്നിത്തല പള്ളിയെ ആദ്യം അനൗൺസ് ചെയ്തു 158-ാമത്തെ. കാരണം നിങ്ങൾ വരാൻ തയ്യാറുണ്ടോ? വലിയൊരു അനുഗ്രഹമാണ്. വന്നനുഭവിക്കണം. നിങ്ങൾ കൈ വീശി വന്നാൽ ഭക്ഷണമല്ല നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ചെന്നിത്തല ഇടവക്കാരായ ജെസിയാണ്. അവർ രണ്ടുപേരും വന്നിട്ടുണ്ടോ? എഴുന്നേറ്റ് ജോൺ സാഹിബ് എഴുതി വന്ന് ഇവരാ ഭക്ഷണം ഉണ്ടാകും. ജെസി ആൻറ്റി രണ്ടുപേരും പെട്ടെന്ന് സമയമില്ല. ഇവരെ നിങ്ങൾക്ക് അറിയാം. ചെന്നിത്തല ഇടവക്കാർക്ക് അറിയാമോ? ഈ ജെസി അറിയാമോ? അറിയാമല്ലോ. ജോൺ സഹോദരൻ രണ്ടുപേരും നല്ല മാച്ചിങ് ഡ്രസ്സാണ്. ഇവിടെ ഇടവക്കാരാണ്. നേരത്തെ ശീകരിച്ചില്ലേ? ആ
നിങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് നോട്ടീസ് ചെയ്തു, ആരാധനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ഒന്നാമത്തെ ഭക്ഷണമാണ്, ഈസ്റ്റർ കഴിഞ്ഞുള്ള ഭക്ഷണമാണ്. ഇറച്ചി മീനൊക്കെ ആവശ്യം പോലെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കത്തിട്ടുണ്ട്. അവിടെ ഈ മോനും ചെയ്തു, അവരെ 3 പേരും എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് സമയമില്ല. അവർക്ക് വേണ്ടി 3 ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ഇവരാണ് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം എന്താന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും. നിങ്ങൾ ഒന്നും അറിയണ്ട, വന്നാൽ മതി, കൈ വീശി വന്നാൽ മതി. പിന്നെ പേസ്റ്റും ഫ്രഷും ഒക്കെ കഴിക്കണമെന്നില്ല. ഇതെല്ലാം നമ്മളത് അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ മോശ എന്തെടുത്തു പെട്ടെന്ന് മോശ എന്തെടുത്തു വായിച്ചേ. അതുകൊണ്ട് 40 രാവും പകലും കർത്താവിന്റെ മുമ്പിൽ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അവരെന്ത് പ്രാർത്ഥിച്ചു? അടുത്ത വചനം പറയാണ്, ദൈവമായ കർത്താവേ രക്ഷിച്ച് അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുത്. ദൈവമേ, ഈ ദേശത്തെ നശിപ്പിക്കരുത്. നിങ്ങൾ ഈ നോമ്പുകാലം 2025 വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ ഇന്ത്യക്ക് ഇടയുണ്ട്. അനർത്ഥങ്ങൾ ഉണ്ടാകാൻ ഇടയാവും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. വലിയ അനർത്ഥങ്ങളുടെ കാലഘട്ടം വരാൻ പോകും. അതുകൊണ്ട് പ്രിയരെ, ഈ ചരിത്ര കമന്നു വീണ് പ്രാർത്ഥിക്കണം. ദൈവമേ, ജനത്തെ അനർത്ഥങ്ങളുടെ അവകാശത്തെ നശിപ്പിക്കരുത്. വീണ്ടും അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ നിങ്ങൾ പറയണം, ദൈവസഹായത്തിനായി അൽഫോൻസാമേൽ, ചാന്ദ്രനെയും മറിയം ത്രേസ്യായും ഒക്കെ ഓർക്കണമേ. മാർവാനസ്കാരെയും ഓർക്കണമേ. തന്നെ മാർവാനസ്കാരെയും ഓർക്കണമേ. ഞങ്ങളുടെ മലങ്കര സഭ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ ഇടവകയിലൊക്കെ തകർച്ചയുണ്ടാവല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമോ? ദിവസം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. കമന്ന് വീണ് നാളെ തൊട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രൈസ്. നീ പ്രാർത്ഥിക്കോ? കമന്ന് വീണ് പ്രാർത്ഥിക്കും. അപ്പോൾ പെട്ടെന്ന് വായിച്ചേ. ഈ ജനത്തിന്റെ ദുശാഠ്യവും തിന്മയും പാപവും കണക്കിലെടുക്കരുത്. ഇവര് ചെയ്യുന്ന ഈ പാപമൊന്നും കണക്കിലെടുക്കരുതേ. അല്ലാത്ത വർഷം ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കണം. അവരൊന്നും നശിച്ചു പോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ആരും നശിച്ചു പോകാൻ ഇടയാവല്ലേ. ഞങ്ങളുടെ ചരിത്ര ഇടവഴി ഒരു ആത്മഹത്യ ഒന്നും നടക്കാൻ ഇടയാവല്ലേ. കരഞ്ഞു പ്രാർത്ഥിക്കണം. തയ്യാറുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കണം. തുടർന്ന് എന്താ പറയുന്നത്? കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയതെന്ന്. അതുകൊണ്ട് മോശ കമന്ന് വീണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മോശയ്ക്ക് വീണ്ടും കൽപ്പനകളും ഇതാ ഒരു കൂടാരത്തിൽ വാഗ്ദാന പേടകം കൊടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. മോശയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. തുടർന്ന് 10-ാം അധ്യായത്തിനെ കുറിച്ച് പറയുന്നു. ഇനി നെഹമ്യ 4:4 ശ്രദ്ധിച്ചേ. നെഹമ്യ ഇതാ ജെറുസലേം വീതി തകർന്നു കിടക്കുമ്പോൾ, മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ ഇതാ നെഹമ്യയുടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് നെഹമ്യ പ്രാർത്ഥിക്കുന്നത്? അത് പറഞ്ഞ് പ്രവാസത്തിൽ ജീവിക്കുന്ന ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അവമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്നു, കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ഇന്ന് പരിശുദ്ധ സഭയിൽ നിലത്തിരുന്ന് കരയാൻ 10 പേരുണ്ടായാൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെടും. നീയുള്ള ആരാധനയിൽ നീ ഒന്ന് കരയാൻ തയ്യാറുണ്ടോ? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഒന്ന് കരയാൻ തയ്യാറുണ്ടോ? മക്കളെ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, 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 അനുഗ്രഹിക്കപ്പെടും. അതിനെ പറയാണ്. എന്താ പറയുന്നത്? ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, നിലത്തിരുന്ന് ദർശനങ്ങളോടെ വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന സ്നേഹിക്കുകയും പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്തു.
കരങ്ങളുയർത്തി പറ, ഞങ്ങൾ പ്രാർത്ഥിച്ച സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം. അപ്പൊ പാപം മൂലമുള്ള എല്ലാ കെട്ടുകളും അടിയണം. ഈ പ്രഭാഷണം ഞാൻ 3 മണിക്കൂറാണ് നോമ്പുകാല ക്ലാസ്. ഞാൻ നിർത്തുകയും സമയമില്ലാത്ത ഒരു സാമാന്യമായ രീതിയിൽ നിങ്ങൾ മത്തായി സുവിശേഷം 5, 6, 7 എടുത്ത് നിങ്ങൾ ധ്യാനിച്ച് ഉപസാരത്തിന് വരും. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരും രക്ഷപ്പെടത്തില്ല. റോമ 11:5 ഈ വചനം മറക്കരുത്. റോമ 11:5 എന്താ പറയുക? റോമ 11:5 വായിച്ചോക്കമായി കൃപയാൽ തെരഞ്ഞെടുത്ത ഒരവശിഷ്ട ഭാഗമേ രക്ഷപ്പെടും. ഇങ്ങോട്ട് നോക്കി, 10,000-കണക്കിന് ആളുകൾ വചനം കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു അവശിഷ്ട ഭാഗം മാത്രമേ രക്ഷപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകൻ സക്രിയ പ്രവാചകന്റെ പുസ്തകം 13:8 ഈ വചനം പറഞ്ഞ് നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോകും. സക്രിയ പ്രവാചകൻ 13:8 10 മിനിറ്റ് സമയം നമ്മൾ ആരാധിക്കാനായിട്ട് 300 കോടി ജനമാണെങ്കിൽ എത്ര കോടി രക്ഷപ്പെടും? 100 കോടിയെ രക്ഷപ്പെടും. 3-ൽ 1 തയ്യാറുണ്ട്. ഇനി അടുത്ത വചനം പറയും, 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്ത് വെള്ളി എന്ന പോലെ അഗ്നിശുദ്ധി വരുത്തും, സ്വർണ്ണമെന്ന പോലെ മാറ്റി പരിശോധിക്കും. അവർ എന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും. കർത്താവ് എന്റെ ദൈവം. ഇതാ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുക്കം. ഇനി കാലം അധികമില്ല, കാലം ഇനി അധികമില്ല. അതിന്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടു. അതുകൊണ്ട് 2025 നോമ്പ് എൻ്റെ അനുഗ്രഹത്തിന്റെ നോമ്പാണ്. ഇന്ന് ഈ 10 മിനിറ്റുള്ള ഈ പ്രാർത്ഥന നിങ്ങളുടെ കണ്ണുനീര് ഈ ചെന്നിത്തല സെന്റ് ജോൺ ദേവാലയത്തിൽ വീഴണം. അവന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല. അവന്റെ മുമ്പിൽ കരഞ്ഞിട്ടുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞിട്ടാൻ ഇടവരുത്തത്തില്ല. അവന്റെ മുമ്പിൽ കണ്ണീർ പൊഴിച്ചാണല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതിലേക്ക് കണ്ണീർ പൊഴിക്കാൻ ഇടവരുത്തില്ല. തയ്യാറുണ്ടോ? മാവേലിക്കരോടൊപ്പം ചെന്നിത്തല മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്നും അജി ജോസഫ് കരുവാറ്റ. സ്വത്രക്കാഴ്ച എടുത്തതിന് ശേഷം സ്വത്രക്കാഴ്ചയ്ക്ക് ആരാധന